നിരീക്ഷകർ ഉറ്റുനോക്കുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൗദി സന്ദർശനം അടുത്ത മാസമാണ്. മെയ് പകുതിയോടെ സന്ദർശനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സൗദി ഗസറ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തന്റെ രണ്ടാം ടേമിലെ ആദ്യ ഔദ്യോഗിക വിദേശയാത്രയിൽ സൗദി അറേബ്യ, UAE, ഖത്തർ എന്നിവിടങ്ങളിലേക്കുള്ള സന്ദർശനങ്ങളും ഇതോടൊപ്പം ഈ മേഖലയിലെ മറ്റ് അധിക സന്ദർശനങ്ങളും ഉൾപ്പെടുമെന്നാണ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത്. അതടുത്ത മാസമാകാം, ഒരുപക്ഷെ അല്പം വൈകിയേക്കാം എന്നാണ് ട്രംപിന്റെ പ്രതികരണം. അമേരിക്കൻ കമ്പനികളിൽ $1 ട്രില്യൺ ചെലവഴിക്കാൻ സൗദിക്ക് പദ്ധതിയുണ്ടെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. US കമ്പനികൾ സൗദി അറേബ്യയ്ക്കും പശ്ചിമേഷ്യയിലെ മറ്റു പ്രദേശങ്ങൾക്കും ഉപകരണങ്ങൾ നിർമ്മിക്കും. അതിനാൽ കൂടിക്കാഴ്ചകൾ ഏറെ വിലമതിക്കുന്നതാണെന്ന് ഞാൻ കരുതുന്നു. പശ്ചിമേഷ്യയുമായി വളരെ നല്ല ബന്ധമാണ് തനിക്കെന്നും ട്രംപ് വ്യക്തമാക്കി. US വ്യാപാരത്തിലും നിക്ഷേപങ്ങളിലും $600 ബില്യൺ സമാഹരിക്കുമെന്ന് ജനുവരിയിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ വാഗ്ദാനം ചെയ്തിരുന്നു. 2017 പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ട്രംപ് നടത്തിയ ആദ്യ സന്ദർശനം സൗദിയിലേക്കായിരുന്നു. ആദ്യ ടേമിലും സൗദിയുമായി അടുത്ത ബന്ധം അദ്ദേഹം സ്ഥാപിച്ചു. നേരത്തെ ഏപ്രിൽ 28 സൗദി സന്ദർശിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ അപ്രതീക്ഷിതമായുണ്ടായ ഷെഡ്യൂളുകൾ കാരണം യാത്ര നീട്ടിവെച്ചു. ട്രംപിൻ്റെ സന്ദർശന സമയങ്ങളിൽ ഒട്ടേറെ വിഷയങ്ങൾ ചർച്ചയാവേണ്ടതുണ്ട്. ഒന്ന്, ഗസയിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയിൽ 1,00,000-ലേറെ പേർ കൊല്ലപ്പെടുകയും ആക്രമണത്തിന് US പിന്തുണ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ട്രംപിൻ്റെ സന്ദർശനം എന്നത് രാഷ്ട്രീയമായും ലോകമേറെ ഉറ്റുനോക്കുന്ന ഒന്നാണ്. ട്രംപ് മുസ്ലിം ലോകത്തെ സ്വാധീനശക്തിയായ സൗദിയും മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളും സന്ദർശിക്കുന്നത്. അതിനാൽ സന്ദർശനത്തിൽ ചർച്ചയാകുന്ന ഏറ്റവും പ്രധാന വിഷയം ഫലസ്തീൻ തന്നെ. ഫലസ്തീനികളെ കൂട്ടമായി ഒഴിപ്പിച്ച് ഗസ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്ന ട്രംപിന്റെ ഭീഷണി മുന്നിലുണ്ട്. ഇതിനെ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശക്തമായ ഭാഷയിൽ തള്ളിക്കളഞ്ഞതാണ്. ഗസയിലെ വെടിനിർത്തൽ പുനഃസ്ഥാപിക്കാനും കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കാനും ട്രംപ് ഭരണകൂടം ശ്രമിച്ചു വരുന്നുണ്ട്. ഇസ്രായേൽ സൗദി ബന്ധം സാധാരണ നിലയിലേക്ക് എത്തിക്കുവാനുള്ള നീക്കങ്ങൾ നിലച്ചിരിക്കുകയാണ്. സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാതെ ഇസ്രായേലുമായി സാധാരണ ബന്ധം സാധ്യമല്ലെന്നാണ് സൗദിയുടെ നിലപാട്. മറ്റൊന്ന്, റഷ്യ-ഉക്രൈൻ സംഘർഷമാണ്. ട്രംപും സൗദി കിരീടാവകാശിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലെ മറ്റൊരു വിഷയം ഇതുതന്നെ. സൗദിയുടെ മധ്യസ്ഥതയിൽ ഉക്രൈനും റഷ്യയ്ക്കും സമ്മതവുമാണ്. നേരത്തെ ഇക്കാര്യത്തിൽ US റഷ്യ ചർച്ചയ്ക്ക് സൗദി ആതിഥ്യം വഹിച്ചതുമാണ്. മറ്റൊന്ന്, ആഗോള മുസ്ലിങ്ങൾ ഏറ്റവും വൈകാരികമായി കാണുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് ഫലസ്തീനിലേക്ക്. ഇത് ശാശ്വതമായി പരിഹരിക്കാൻ ഗൾഫ് രാഷ്ട്രങ്ങളെയും ഇസ്രായേലിനെയും ഒറ്റുമേശയ്ക്ക് ചുറ്റുമിരുത്താൻ ട്രംപിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം രമ്യമായി പരിഹരിച്ചാൽ ഒരു സമാധാന നോബൽ ട്രംപ് ആഗ്രഹിക്കുന്നുമുണ്ട് എന്നതാണ്. നാലാമത്തേത്, റഷ്യയും ചൈനയും തമ്മിൽ കൂടുതൽ അടുത്തതാണ്. യൂറോപ്യൻ യൂണിയനും US മൊത്തം ഭീഷണിപ്പെടുത്തിയിട്ടും കുലുങ്ങാതെ നിൽക്കുകയാണ് റഷ്യ. ഉക്രൈനിൽ അധിനിവേശത്തിന് റഷ്യ ഇങ്ങനെയാണ് തുടക്കമിട്ടത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി സൗദി അൽ സഊദ് രാജകുടുംബത്തിന് ഏറെ സ്വാധീനമുണ്ട്. US-ഉമായും സൗദിക്ക് നല്ല ബന്ധം തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് സൗദിയെ മുന്നിൽ നിർത്തിയുള്ള ചർച്ചകൾക്ക് ട്രംപ് ഒരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, സുപ്രഭാതം. Waytonikah.com, the exclusive Muslim matrimonial site.